എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മെയ് മാസം 14 സംഭവിക്കുന്ന വ്യാഴമാറ്റത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വ്യാഴത്തിൻ്റെ മാറ്റം നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. വ്യാഴത്തിൻ്റെ ചാരവശാൽ 3, 6, 12, 8 എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം മോശം ഫലങ്ങളും, അതുപോലെ തന്നെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം വളരെ നല്ല ഫലങ്ങളും ചാരവശാൽ നൽകുന്നു. വ്യാഴത്തിന് സർവേശ്വരകാരൻ എന്നാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെ അധിപൻ. എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും പ്രാധാന്യവും ശുഭത്വവും കൽപ്പിക്കപ്പെടുന്നത് വ്യാഴത്തിനാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരം മെയ് മാസം 14 എപ്രകാരമാണെന്ന് നോക്കാം. മെയ് മാസം 14 രാത്രി 10:35 ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു. എന്നാൽ പതിവിന് വിപരീതമായിട്ട് സാധാരണ വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ സംക്രമിക്കുക. എന്നാൽ ഈ പ്രാവശ്യം മെയ് മാസം 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് അതിചാരം സംഭവിച്ച് 2025 ഒക്ടോബർ മാസം 19 അടുത്ത രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കർക്കിടകൻ രാശിയിൽ നവംബർ 11 വരെ തുടരുന്ന ഏകദേശം ഒരു മാസം തുടരുന്ന വ്യാഴം അവിടെ നിന്ന് ആ രാശിയിൽ തന്നെ വക്രം പ്രാപിക്കുന്നു. കർക്കിടകത്തിൽ വക്രത്തിലാവുന്നു. ഏകദേശം ഒരു മാസക്കാലം നവംബർ 11 മുതൽക്ക് ഡിസംബർ 5 വരെ അവിടെ തന്നെ വക്രം പ്രാപിക്കുന്നു. ശേഷം മിഥുനം രാശിയിലേക്ക് തിരിച്ചു വരുന്ന വ്യാഴം അവിടെയും വക്രഗതിയിലാണ് ഡിസംബർ 5 മുതൽക്ക് മാർച്ച് മാസം 11 വരെ തുടരുന്നത്. മാർച്ച് 11 നേർഗതിയിലാവുന്ന വ്യാഴം ജൂൺ മാസം 1 വരെ മിഥുനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആദ്യ 5 മാസം നേർഗതിയിലും പിന്നീട് ഒരു മാസം അതിചാരം സംഭവിച്ച് കർക്കിടകൻ രാശിയിൽ നേർഗതിയിലും പിന്നീട് ഏകദേശം 4 മാസക്കാലം വക്രഗതിയിലും പിന്നീട് 3 മാസക്കാലം നേർഗതിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ വക്രവും അതിചാരമൊക്കെ മാറി മാറി വരുന്നൊരു അവസ്ഥ നമുക്ക് ഈ ഒരു രാശിമാറ്റത്തിൽ കാണാം. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം ഭാഗ്യസ്ഥാനത്തിലാണ് സഞ്ചരിച്ചു വന്നത്. ഭാഗ്യസ്ഥാനത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം അത്യന്തം ഗുണകരമായ അനുഭവങ്ങളാണ് ചാരവശാൽ നൽകുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് 6-ൽ ശനിയും കൂടെ ഉണ്ടായിരുന്നു. ശനിക്ക് ഏറ്റവും നല്ല ഭാവങ്ങൾ 3, 6, 11 അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഏറ്റവും നല്ല ഭാവമായിട്ടുള്ള 9-ലൂടെയുള്ള സഞ്ചാരം, ശനിയുടെ 6-ലൂടെയുള്ള സഞ്ചാരം, ഇത് രണ്ടും ഒരുമിച്ച് വന്ന സമയമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ രാശിക്കാർക്ക്. ഇവരുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും തൊഴിൽപരമായിട്ടും സാമ്പത്തികമായിട്ടും ആരോഗ്യരംഗത്തുമൊക്കെ എല്ലാ രംഗത്തും അനുകൂലമായിട്ടുള്ള മാറ്റം, നല്ല പുരോഗതി, വീടോ വാഹനമോ ഒക്കെ സ്വന്തമാക്കി കാണാൻ സാധ്യതയുണ്ട് ഈ രാശിക്കാർ. അതുപോലെ തന്നെ ബന്ധങ്ങളിലൊക്കെ ഒരു ആത്മനിർവൃത്തി, പ്രണയ പങ്കാളിയായിട്ടുള്ള ബന്ധത്തിലും ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു ആത്മബന്ധം ഉണ്ടാവുക, ആത്മനിർവൃത്തി ഉണ്ടാവുകയൊക്കെ ഈ സമയത്ത് അനുഭവത്തിൽ വരേണ്ടതാണ്. അങ്ങനെ പൊതുവിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു ഭാഗ്യം ഉണ്ടായ ഒരു വർഷമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഏപ്രിലിന് പിറകിലേക്ക് ഒരു വർഷം. എന്നാൽ മെയ് മാസം 14 വ്യാഴമാറ്റം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വ്യാഴം കർമ്മവ്യാഴം എന്നൊരു അവസ്ഥയിലേക്കാണ് വ്യാഴം മാറുന്നത്. 10ാം ഭാവത്തിലേക്ക് കർമ്മവ്യാഴം, കണ്ടകവ്യാഴം എന്നും പറയുന്നു. അങ്ങനെ ഒരു ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു. ശനി നിലവിൽ മാറിക്കഴിഞ്ഞു, രാശി മാറിക്കഴിഞ്ഞു. അതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി അത്ര നല്ലതല്ല ഇനി അങ്ങോട്ട്. പ്രത്യേകിച്ച് ഒരു വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമല്ല. അപ്പോൾ ശനിയുടെ സ്ഥിതി കൂടെ പ്രതികൂലമായിട്ട് തിരിക്കുന്നൊരു സമയം. പൊതുവിൽ അല്പം പ്രതികൂലമായിട്ടുള്ളൊരു ഘട്ടം തന്നെയാണിത്. അല്പം പ്രതിസന്ധികൾക്ക് സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടുള്ള ചില പ്രതീക്ഷിക്കാത്ത ചില തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്, തടസ്സങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇവരുടെ മേലധികാരിയുമായിട്ട് ഉള്ള സംസാരത്തിലും അതുപോലെ തന്നെ സഹപ്രവർത്തകരുമായിട്ടുള്ള സംസാരത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തുക. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമ്മൾ പോലും അറിയാത്ത രീതിയിലുള്ള പിഴവുകൾ സംഭവിക്കാനും തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയുന്നതായാലും മതി, അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടേറിയ ഘട്ടം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സംസാരത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തുക. ഇതൊരു തൊഴിൽ സംബന്ധമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദോഷങ്ങൾ വരുന്നത്. കണ്ടകശനി വരുന്നത് 7-ലേക്ക് ആയതുകൊണ്ടിട്ട് കളത്രവുമായിട്ടും ബന്ധുക്കളുമായിട്ടുമൊക്കെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകാനൊക്കെ സാധ്യതകളുണ്ട്. 7-ലെ
ശനി ഇപ്പോൾ നിലവിൽ വ്യാഴത്തിൻ്റെ ആ ഒരു രാശിമാറ്റത്തോടു കൂടിയുള്ള ചില പ്രതിസന്ധികളൊക്കെ അല്പം ഒന്ന് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവിലൊന്ന് എല്ലാ രംഗത്തും വളരെ ശ്രദ്ധാപൂർവം വേണം കന്നിക്കൂറുകാർ ഈ വ്യാഴമാറ്റത്തിന് ശേഷം എല്ലാ രംഗത്തും ഇടപെടാനായിട്ട് വളരെ ശ്രദ്ധാപൂർവം വേണം. ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് പ്രത്യേക പരിഗണന നൽകുക. അതായത് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നമുക്ക് ബ്ലഡ് പ്രഷർ, BP കൂടാനുള്ളൊരു സാധ്യതകളുണ്ട്. അതുപോലെ വയർ സംബന്ധമായിട്ടുള്ള നമുക്കിങ്ങനെ അല്പം ടെൻഷൻ വരുന്ന സമയമായതുകൊണ്ട് വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതകളുണ്ട്. വളരെയധികം ശ്രദ്ധാപൂർവം ആരോഗ്യകാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യവും ശ്രദ്ധിച്ചിരിക്കുക. അതൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. കുടുംബാംഗങ്ങളുടെ ആരോഗ്യം, അവനവൻ്റെ ആരോഗ്യമൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുത്തിരിക്കുക. കണ്ടകശനി സമയത്ത് പൊതുവിൽ തൊഴിൽ പ്രശ്നങ്ങൾ വരാം. കർമ്മവ്യാഴം കൂടിയായതുകൊണ്ട് തൊഴിലിലാണ് പ്രത്യേകമായിട്ട്, തൊഴിൽ പരമായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാവാതെ വളരെയധികം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. അഥവാ എന്തെങ്കിലും തരത്തിലുള്ള ആശയഭിന്നതകൾ സഹപ്രവർത്തകരോ മേലധികാരിയോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ പറഞ്ഞ് പരിഹരിക്കുന്നതിന് ശ്രമിക്കുക. ഇവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സാമ്പത്തികമായിട്ടുള്ള ഒരു തരത്തിലുള്ള റിസ്ക്കുകളും എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. റിസ്ക്കുകളെന്ന് ഉദ്ദേശിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്റ്റോക്ക് ട്രേഡിങ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തികമായ റിസ്ക് ഉൾപ്പെടുന്ന നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അത് അവസാനിപ്പിച്ചത് പിൻവലിക്കണം തന്നെ. അത് കണ്ടകശനിയുടെ ദോഷങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഈ വ്യാഴത്തിൻ്റെ സ്ഥിതിയിൽ നമ്മളത് ഒരു കർമ്മം, അത് ഒരു വ്യക്തി ചെയ്യുന്ന ഏതും അയാളുടെ കർമ്മം തന്നെയാണ്. അപ്പോൾ ഒരു നിക്ഷേപം ഇടുമ്പോൾ അയാൾ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇടുന്നത്. അപ്പോൾ ആ നിക്ഷേപം അയാളുടെ കർമ്മത്തിൻ്റെ ഒരു ഫലം തന്നെ അവിടെ വരും. അപ്പോൾ അതൊരു ദോഷമായിട്ട് ഭവിക്കും, അത് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അത്തരം നിക്ഷേപങ്ങൾ അതിനുണ്ട്, അത് ഉടൻ തന്നെ പിൻവലിക്കുക. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു വർഷത്തേക്ക്, അടുത്ത വർഷം ജൂൺ മാസം 1 വരെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ പൊതുവിൽ ഇവർക്കൊരു പ്രതികൂല ഘട്ടത്തിലേക്കാണ് ഈ രാശിക്കാർ കിടക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ മനസ്സിലാക്കിയാൽ മതി, അതായത് ഒരു നല്ല ഘട്ടം കഴിഞ്ഞാൽ അല്പം പ്രതികൂലമായൊരു ഘട്ടം എല്ലാവർക്കും വരും എന്ന് പറയുന്നതുപോലെയാണ് ഇങ്ങനെ ഈ രാശിക്കാർക്ക് വരുന്നത്. എന്നാൽ വ്യാഴത്തിൻ്റെ ഈ ഒരു വർഷത്തേക്ക് മാത്രമേ ഈ ഒരു കുഴപ്പങ്ങളുള്ളൂ. മറ്റ് വ്യാഴത്തിൻ്റെ അടുത്ത രാശിമാർ ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയപ്പെടാനില്ല. ഇവർക്ക് ഈ വ്യാഴത്തിൻ്റെ വക്രഗതി നവംബർ മാസം 11 വ്യാഴം വക്രഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വക്രഗതി ഉള്ള സമയത്ത് ഇവർക്ക് ഒരല്പം ആശ്വാസം ലഭിക്കും. അതായത് നവംബർ 11 മുതൽക്ക് മാർച്ച് മാസം 11 വരെയുള്ള 4 മാസക്കാലം ഇവർക്ക് കാര്യമായ ആശ്വാസം ലഭിക്കും. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കർമ്മപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിനും അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം കിട്ടുന്നൊരു സമയമുണ്ട്. ഇവരുടെ നിക്ഷേപപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ സമയത്ത് ചെയ്യാം. അല്ലാത്ത സമയങ്ങളിലൊക്കെ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. പൊതുവിൽ ഇവർക്ക് മെയ് മാസം 14 മുതൽക്ക് ഒക്ടോബർ മാസം 19 വരെ അല്പം ബുദ്ധിമുട്ടേറിയ ഘട്ടം തന്നെയായിരിക്കും. എന്നാൽ നവംബർ മാസം 11 മുതൽക്ക് മാർച്ച് മാസം 11 വരെയുള്ള ഘട്ടം അല്പം നല്ലതായിട്ടും ടെൻഷൻ അല്പം കുറഞ്ഞൊരു ഘട്ടമായിട്ട് കാണുന്നു. അതിൻ്റെ അവസാന ഘട്ടം വീണ്ടും മാർച്ച് മാസം 11 മുതൽക്ക് അടുത്ത വർഷം ജൂൺ 1 വരെ വ്യാഴം രാശി മാറുന്നവരെയുള്ള ഘട്ടവും അല്പം ശ്രദ്ധാപൂർവ്വം മുമ്പോട്ട് പോകാറ്. പൊതുവിൽ കർമ്മരംഗത്താണ് ഇവരുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. കർമ്മവ്യാഴമെന്ന ദോഷം അതിൻ്റെ കണ്ടകശനിയുടെ ഒരു സാന്നിധ്യം കൂടി ആകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടേറിയ ഘട്ടമാണ് ഈ രാശിക്കാർക്ക് വരുന്നത്. ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ ക്ഷമയും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കാതെ നമുക്ക് ഈ ഘട്ടം മുമ്പോട്ട് കൊണ്ടുപോവുക, ഈ ഘട്ടത്തിലൂടെ കടന്നു പോവുക അല്പം ബുദ്ധിമുട്ടേറിയതാണ്. അപ്പോൾ ക്ഷമയും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ ഈ രാശിക്കാർ ഈ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. വ്യാഴവും ശനിയും പ്രതികൂലമായിരിക്കുന്നതുകൊണ്ടിട്ട് വ്യാഴപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ അനിവാര്യമാണ്. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ കൂടാതെ തുളസിമാല, താമരമാല തുടങ്ങിയ ഹാരങ്ങളും സമർപ്പിച്ച് ശ്രീകൃഷ്ണപ്രീതി വരുത്തുക. അതുപോലെ തന്നെ മഞ്ഞപ്പെട്ട് നടയിൽ സമർപ്പിക്കുക. ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള വഴിപാട് മഞ്ഞപ്പെട്ട് നടയിൽ സമർപ്പിക്കുക. മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, പുഷ്പങ്ങൾ, ഫലങ്ങളൊക്കെ സമർപ്പിച്ച് ശ്രീകൃഷ്ണപ്രീതി നേടുക. അതുപോലെ തന്നെ വിഷ്ണു ഭജനം മുടങ്ങാതെ ചെയ്യുക. വ്യാഴാഴ്ചകളിൽ അഷ്ടാക്ഷരിയും ദ്വാദശാക്ഷരിയും 108 തവണ വ്യാഴാഴ്ചകളിൽ ജപിക്കുക. ശ്രീകൃഷ്ണ സ്തുതി ഒക്കെ കേൾക്കുക, ചൊല്ലുക ഒക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ശ്രീകൃഷ്ണപ്രീതി നേടാനാവും. അതുപോലെ തന്നെ ശാസ്താപ്രീതിയും ശിവപ്രീതിയും വരുത്തിയിരിക്കുക. ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുപായസം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച്
പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ശിവപ്രീതി, ശിവനെ പിൻവിളക്ക്, ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹനുമൽ പ്രീതിയും വരുത്തിയിരിക്കുക. ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ശ്രവിക്കുന്നതും നല്ലതാണ്. ഹനുമൽ ക്ഷേത്രങ്ങൾ ദർശിച്ച് ഹനുമാൻ വെറ്റിലമാല, വടമാല, കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം സകല ഗ്രഹദോഷങ്ങൾ ഒഴിഞ്ഞ് ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രാവിലെയും വൈകിട്ടും സ്നാനം ചെയ്ത് സാത്വിക ചിന്തകളോടെ സാത്വിക ആഹാരം കഴിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഏതൊരു ഗ്രഹദോഷവും മാറിപ്പോകുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ക്ഷേത്രദർശനമുള്ള ദിവസങ്ങളിൽ അതിൻ്റെ തലേ ദിവസവും വെജ് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. ക്ഷേത്രദർശനം ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസവും നിർബന്ധമായി ഒഴിവാക്കിയിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ഈ ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം. ആ വെബ്സൈറ്റ് നിങ്ങളൊന്ന് സന്ദർശിക്കുക. നിങ്ങളുടെ അന്വേഷണങ്ങളൊക്കെ ഇമെയിൽ മുഖേനയോ വാട്സപ്പ് മുഖേനയൊക്കെയുള്ള ആ വെബ്സൈറ്റ് വഴിയും ചെയ്യാവുന്നതാണ്. അപ്പോൾ കന്നിരാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.